പെങ്ങളെ 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 എഴുന്നേക്ക് വാ. ഇത് കുടിക്ക ഇത് കുടിക്ക. ഇത് പിന്നെ സൂപ്പാ. ആ സൂപ്പ്. സൂപ്പൊന്നും വേണ്ട. അയ്യോ വെജിറ്റബിൾ സൂപ്പാ. എല്ലാ കംപ്ലീറ്റ് പ്രോട്ടീനും വിറ്റാമിനും അടങ്ങിയ ഒരു വെജിറ്റബിൾ സൂപ്പാ. എനിക്ക് വല്ല കഞ്ഞി വല്ലതും തന്നാ മതി. എടി കഞ്ഞിക്കകത്ത് ഒരു സാധനവും ഇല്ല, വിറ്റാമിൻ ഇല്ല. എനിക്കിത് വേണ്ട, കണ്ടിട്ട് ഛർദ്ദിക്കാൻ. ഇതിന്റെ കുറെ പച്ചക്കറി. എടി ഇത് സൂപ്പർ സാധനം. നീ എന്റെ വെള്ളം ഇച്ചിരി ഒന്ന് കുടിച്ചോ, വെള്ളം ഇച്ചിരി കുടിച്ചോ, കുടിച്ചോ. എന്ത് സാധനം പറയുന്ന കേട്ടാ മതി കേട്ടോ. എനിക്കൊന്നും വേണ്ട, പറ്റില്ല. നിനക്ക് വയ്യാതിരിക്കുക, ഇത് കുടിക്കണം. സൂപ്പ് കുടിച്ചാ? ഇതേ കുടിച്ചു. ബീട്രൂട്ട് ജ്യൂസ് കുടിക്കണം. എന്റെ ഭഗവതി, എന്തോന്ന് ഇത് എല്ലാരും കൂടി. മണി, നിനക്ക് ഹീമോഗ്ലോബിൻ കുറവാണ്, ബീട്രൂട്ട് ജ്യൂസ് കുടിക്കണം. ഞാൻ കുടിക്കൂല, എനിക്കിതൊന്നും വേണ്ട. കുടിക്കുമോളെ. പറ്റൂലെന്ന് പറഞ്ഞാൽ പറ്റൂല, എനിക്കിത് വേണ്ട. പോയൊന്നും എല്ലാരും. അടി 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 അടി. ആ അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഞങ്ങള് പറയും, നീ അതങ്ങ് അനുസരിച്ചാ മതി. അത് തന്നെ. അല്ലെങ്കിൽ വയ്യ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാണ്ടാവും. എന്തോന്നും പണി. നീ ഇവിടെ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ഇവിടെ ആരോഗ്യം റെഡിയാക്കണം, മനസ്സിലായില്ലേ? അളിയ അങ്ങോട്ട് കൊടുക്ക, അളിയ കൊടുക്ക. നീ കുടി കുടി കുടി. എനിക്ക് അല്ലെങ്കിലും ബീട്രൂട്ട് ഇഷ്ടമല്ല. നീ ബീട്രൂട്ട് കുടിക്കണം. ഇഷ്ടം നോക്കിയിട്ടല്ല, ഗുണത്തിന് വേണ്ടിട്ടാ കുടിച്ച. നീ എനിക്ക് ചിരി കുടി, ചിരി കുടിയേരി. അളിയ, നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് ഇവർക്ക് ജ്യൂസ് കൊടുക്കണം. ഇപ്പൊ ബീട്രൂട്ട്, അടുത്തത് ക്യാരറ്റും വെള്ളരിക്കയും കൂടെ ചേർത്ത്, പിന്നെ പാവയ്ക്ക ജ്യൂസ്. വേറൊരു സാധനമുണ്ട്, ഈ പിന്നെ വേപ്പില. അയ്യോ, ഭയങ്കര കയ്പല്ലേ? അയ്യ, കയ്പിന്റെ അല്ല, ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനം. പിന്നെ നെല്ലിക്ക വാങ്ങിക്കാം. നെല്ലിക്ക കൊടുക്കാം. വേറൊരു സാധനം ഉണ്ടല്ലേ മോളെ, വേറെ സാധനമുണ്ട്. അതായത് ഒരു ഒറ്റമൂലി ഉണ്ട്. ഒറ്റമൂലി അന്ന് എനിക്ക് വയറുവേദന വന്നപ്പോ തന്നത്. അത് ആട്ടിൻകാട്ടത്തിൽ ഉണ്ടാക്കിയത്, ഇത് കോഴിക്കാട്ടത്തിൽ ഉണ്ടാക്കുന്നത്. അടുക്കളയിലൊന്നും പോണ്ട, അവിടെ ഇവിടെ കിടന്നാ മതി. എന്ത് ചെയ്യണമെന്ന് ഞങ്ങള് തീരുമാനിക്കുക, അതിന് പ്രകാരം അങ്ങ് നടന്നാ മതി. അടുക്കളയിലെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഒറ്റയ്ക്കൊന്നും കക്കൂസി പോകരുത്, അളിയനെ വിളിച്ചോണ്ട് പോയാ മതി. അങ്ങനെയാണെങ്കിൽ നീ റിങ്കിയെ വിളിച്ചാ മതി. അയ്യേ, എന്ത് പറയണത്? അതെ, എനിക്ക് വെറും തലചുറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാം കൂടെ എന്നെ മാറാരോഗ്യമാക്കി മാറ്റല്ലേ? തലചുറ്റ് എന്തുകൊണ്ടാണ്? നിനക്ക് വൈറ്റമിന്റെ കുറവെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ തരുന്നത്. പിന്നെ ക്ലോറൈഡിന്റെ കുറവെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെ കുറവുണ്ട് പെങ്ങളെ? വിഷം കൂടെ കലിക്കത്തായെങ്കിൽ ഇത് കഴിക്കാം. എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകും. മണി, ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ വീണ്ടും ആശുപത്രി കൊണ്ട് ട്രിപ്പ് ഒക്കെ എടുക്കേണ്ടി വരും. മണിക്കുട്ടി, എല്ലാം അളിയന്റെ കുഴപ്പാ. ഞാൻ ചെയ്ത് അളിയന്റെ കയ്യിലിരിപ്പുണ്ടോ? ഞാനല്ല. പോയി തരുവോ? അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാണേ. ഞാൻ കുടിക്കാനൊന്നും പോണില്ല ഒന്നും. മണി, നീ കുടിച്ചേ പറ്റുള്ളൂ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ. അവള് കുളിച്ചോളും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചെയ്യും, എനിക്ക് ഉറപ്പാ. കുടിച്ചോണം കേട്ടോ, അല്ല അടി 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 അടി. ഞങ്ങൾ ഇത് ഇവിടെ വെക്കാം, പതുക്കെ എഴുന്നേറ്റ് കുടിക്കണം കേട്ടോ മണി. അതെ, ഒറ്റ വലിക്കാൻ കുടിച്ചാ മതി. ഇങ്ങോട്ട് വാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാ മതി കേട്ടോ. നീ എന്തിനു കാണിക്കാൻ ഇല്ലാതാക്കാതെ അവിടെ. അതെ, മണിക്കുട്ടി വേണ്ട വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ നിർബന്ധിക്കണം. അതെ, നമ്മൾ അറിഞ്ഞു ചെയ്യണം. അതെ അതെ അതെ, ആ കാര്യം ഞാൻ ഏറ്റ്. ഞാൻ എന്തു പറഞ്ഞാലും ഇവിടെ കേൾക്കും, എന്നെ ഭയങ്കര പേടിയാ പണ്ട് മുതലേ. ഞാൻ മാറ്റൊന്നും ഒന്നില്ലേ, നെല്ലിക്കാരിഷ്ടം. അത് ദിവസവും ഒരു സ്പൂൺ വെച്ച് അവർക്ക് കൊടുക്കണം. അത് കൊടുക്കാം, അവള് കുടിക്കും, കൊടുപ്പിക്കും. അല്ല, ഞാനേ ലീവ് കുറച്ചാളത്തേക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കാം. എന്താ അഭിപ്രായം? അല്ല, പിന്നെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താലേ ശമ്പളം കുറയൂ. അല്ല, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാലേ, ഒന്നാമത് കളരി എന്നുള്ള വരുമാനമൊക്കെ എനിക്കിപ്പോ ഇച്ചിരി കുറവാ. അതല്ലേലും ഇല്ലല്ലോ. അല്ല, നിന്റെ ചെലവില്ലയോ ഞാനിപ്പോ കഴിഞ്ഞു വിടുന്നത്. അല്ല, ലീവ് എടുത്താ ശമ്പളം കുറയത്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെ പറയുന്നേ. ശ്രീകുട്ടിയുടെ പ്രസൻസ് ഇവിടെ ആവശ്യമാണ്. വേണം വേണം വേണം. നിന്റെ രണ്ട് കണ്ണും മനസ്സും ശരീരവും ഇവിടെ വേണം. ഒക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവം വെച്ച്. അവിടെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? അല്ല, അവിടെ നല്ല സ്വഭാവമാ, പ്രത്യേകിച്ചും അസുഖമായിട്ട് കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും. അങ്ങനെയൊന്നുമില്ല, അവളെ എപ്പോഴും പാവാ, നല്ല സ്നേഹമുള്ള ആളാ. ആള് പോവാ. എന്നാ ഞാൻ നോക്കാം. ബീട്രൂട്ട് ചൊവ മണം അടിക്കുമ്പോ തന്നെ ചട്ടക്ക പറഞ്ഞു മനുഷ്യന്. അല്ല, കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ കെട്ടിയിരുന്നെങ്കിൽ മനുഷ്യനെ എന്തോന്നു. എന്തായി കാണിക്കുന്നേ? എന്തോ കാണിച്ച ഇരിക്കുകയാണോ?
ഇരുന്ന് എനർജി വേസ്റ്റ് ആക്കുകയാണോ? കിടക്ക്. ഞാൻ ഇത്ര നേരം കിടക്കല്ലായിരുന്നോ? എന്റെ പെങ്ങളെ ഇങ്ങനെ കുത്തിയിരുന്നാലേ ഒരുപാട് എനർജി വേസ്റ്റ് ആവും. അയ്യോ എനിക്ക് കിടന്നു. മിണ്ടരുത്. സംസാരിച്ചാലും എനർജി വേസ്റ്റ് ആവും. മാക്കു ആ ഇത് അങ്ങോട്ട് കൊടുക്ക്. എന്താ ഇത്? പാവയ്ക്ക ജ്യൂസാ. ബെസ്റ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച കുടിച്ച എല്ലാ അസുഖം പമ്പ എടുക്കും. ഇന്ന് തന്നെ വലിച്ചു കുടിച്ചോ. കണ്ടോ, ഇതാണ് കുഴപ്പം. ആദ്യം മനസ്സ് നന്നാവണം, എന്നാലേ മരുന്ന് ശരീരത്തിൽ പിടിക്കൂ. ഞാൻ വയ്യാണ്ട് കിടക്കുന്ന എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണ് ഈ സാധനം കൊണ്ടുവന്ന് നിൽക്കുന്നത്. എന്നിട്ട് എന്റെ മനസ്സ് തന്നില്ല. കുടിക്ക്. ഞാൻ കുടിക്കൂല, എനിക്ക് വേണ്ടത് പാവയ്ക്ക ജ്യൂസ്. ഞാൻ കുടിക്കൂല. കണ്ടോ മക്കളെ, സ്വപ്പം കയ്പ് കാണുമെന്നുള്ളതേ ഉള്ളൂ. സാരമില്ല, അങ്ങ് കണ്ണു കൊടുത്തോളൂ. കൂടി ഇത് എനിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കൊടുക്കളിയാ. ഞാൻ കുടിക്കൂല ഇത്. കുടിക്കുന്ന പ്രശ്നമില്ല. ടച്ചിങ്സ് വല്ലതും വേണോ? വാള് വെക്കരുത്. വാള് വെച്ചാ ഇതുപോലെ 3 ഗ്ലാസ് ഞാൻ കുടിപ്പിക്കും. എനിക്കിത് കുടിക്കാൻ പറ്റില്ല. മൂക്കിന്റെ അടുത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. കുടിച്ചോ. കുടിക്കാൻ പറ്റൂല. ഞാനേ ഇത്തിരി വയ്യാണ്ടായപ്പോ എല്ലാരും കൂടെ എനിക്കിട്ട് പണി തരാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാണല്ലോ. ഇത് ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ മണി, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നീ പറഞ്ഞത്. ഞാൻ രവിയേട്ടനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ, എന്നെ ഉദ്ദേശം മാത്രാ പറഞ്ഞത്. മനസ്സ് നന്നായില്ലെങ്കിലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മല മനോരോഗിയാവും. ഞങ്ങൾ പറയുന്ന പോലെ ഭക്ഷണവും മരുന്നും ഒക്കെ കറക്റ്റ് അയച്ചാൽ എല്ലാ അസുഖവും മാറും. ഇതുപോലെ എനിക്ക് അവസരം കിട്ടും, അപ്പൊ ഞാൻ കാണിച്ചുതരാം എല്ലാത്തിനും. എടി പെങ്ങളെ, അങ്ങനെ പറയരുത്. എവള് നിനക്ക് വേണ്ടി ഇന്ന് ശമ്പളമില്ലാത്ത അവധി എടുത്ത് നിക്കുക. എവക്കേ മണി മതി, അല്ലാതെ മണി വേണ്ട. മനസ്സിലായോ? കുടിച്ചിട്ട് കയറിക്കട. എന്തോന്ന് എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ? എനിക്ക് മാറാ രോഗമൊന്നും ഇല്ലല്ലോ. എല്ലാരും കൂടെ മണി, നീ റെസ്റ്റ് എടുക്ക്, നീ കിടക്ക്. ദൈവമേ, ചികിത്സിച്ച് എന്നെ ഇവിടെ എല്ലാരും കൂടെ കൊന്നെടുക്കുവോ? നിന്റെ നല്ലതിനല്ലേ പറഞ്ഞേ, നീ കിടക്ക്. എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂല ഇത്. അത് കുടിക്ക എല്ലാ അസുഖവും മാറും. എന്തൊരു കഷ്ടമാണ് ഭഗവാനെ. ഒറ്റ വലിക്കാൻ എനിക്ക് പറ്റൂല, കുടിക്കാൻ പറ്റൂല ഇത്. ഒന്നുമില്ല, ഒരു പാവയ്ക്കല്ലേ. ഞാൻ പിന്നെ കുടിച്ചോളാം. അച്ചാറുമല്ലോ വേണോ? ടച്ചിങ്സ് അച്ചാറ്. അതെ, ഇത് മനുഷ്യന്മാര് കുടിക്കുന്ന സാധനമൊക്കെയാ, അല്ലാതെ പുല്ലും പിണ്ണാക്കും ഒന്നുമല്ല. ഇങ്ങനെ ഓക്കാനം വരാൻ. മണി, ഒറ്റ വലിക്കാൻ കുടിച്ച നീ ഒന്ന് പോയി തരൂ എല്ലാരും കൂടി. ഞാൻ പിന്നെ കുടിച്ചോളാം. പോകോ മകളെ, പിന്നെ കുടിക്കുന്ന കളയല്ലേ. മതി, അവള് കുടിച്ചോളും. പിന്നെ കൂടുതൽ കെയർ ചെയ്യല്ലേ എന്നെ ഇങ്ങനെ. എനിക്ക് വയ്യണ്ടായി. ശരി, എല്ലാം കുടിച്ചോളും. അവള് കുടിച്ചോളും. കുടിച്ചില്ലെങ്കില് പറഞ്ഞില്ലെന്ന് വേണ്ട. മണി, നീ കുടിച്ചിട്ടേ കിടന്നു. ശരി. ഓക്കെ, ഒന്ന് പോയി തരൂ. പെങ്ങള് കുടിക്കുമല്ലോ. എന്താ ചെയ്യ്, എന്താന്ന് വെച്ചാ. ഞാൻ കുടിച്ചോളാം. കുടിക്കണേ. കുടിക്കണം. പച്ചക്കറിയും പോലും എല്ലാം കൂടെ കലക്കിക്കൊണ്ട് വന്നേക്കണം എല്ലാരും കൂടെ. എന്നെ ഇതൊന്നും വേണ്ട.